മോണിക്ക സോങ്ങിനെ കുറിച്ച് നമ്മൾ റിയാക്ട് ചെയ്തതിന് ശേഷം ഇന്നലെ ഒരു അടിപൊളി ഒരു മെസ്സേജ് വന്നായിരുന്നു. അത് ഈ പാട്ട് പാടിയതിന്റെ സിംഗർ തന്നെയായിട്ടുള്ള സുബലക്ഷ്മി തന്നെയായിരുന്നു ഈ ഒരു പാട്ട് നമ്മൾ അപ്രീസിയേഷൻ ചെയ്തേക്കുന്ന സമയത്ത് അതിന് അതിനുശേഷം സംസാരിക്കാനൊക്കെ പറ്റിയായിരുന്നു. കിസിക് എന്ന് പറയുന്ന സോങ് പാടിയിരിക്കുന്ന പുഷ്പ സിനിമയിൽ പാട്ട് പാടിയേക്കുന്ന, അതുപോലെ ഇപ്പോൾ മോണിക്ക എന്ന് പറയുന്ന ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സോങ്, എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് വന്നേക്കുന്ന ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സോങ്ങുകളിലൊന്നാണ് മോണിക്ക എന്ന് പറയുന്നത്. സൗബിന്റെ ഒരു ഡാൻസും പൂജ ഹിഡ്ജിന്റെ പെർഫോമൻസും ആൻഡ് ഏറ്റവും എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് തന്നെ പറഞ്ഞായിരുന്നു, സുബലക്ഷ്മിയുടെ ആ ഒരു പുള്ളിക്കാരുടെ ആ ഒരു വോയിസ് മോഡുലേഷൻ ചെയ്തേക്കുന്ന എൻ്റെ ഒരു പരിപാടി ഭയങ്കര അടിപൊളിയായിരുന്നു. സോ എനിവേസ് പുള്ളിക്കാരുടെ റെസ്പോൺസ് കണ്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എനിവേസ് ഇന്ന് ഒരുപാട് അപ്ഡേറ്റുകൾ പറയാനുള്ള ദിവസമാണ്. കാരണം ഇന്നലെ ഒരു കിടിലൻ പോസ്റ്റർ പുറത്തുനിന്നുണ്ടായിരുന്നു. പടത്തിന്റെ പേര് കൊണ്ടും തീം കൊണ്ടും മാത്രമല്ല, ഈ പടത്തിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഹൊറർ കൈൻഡ് ഓഫ് ഫിലിംസുകളിൽ മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡയറക്ടറിന്റെ സിനിമ കൂടിയാണ്. സോ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഇട്ടനാളെന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. പ്രണവ് മോഹൻലാലിന്റെ ബർത്ത്ഡേയുടെ ഒരു കിടിലും പോസ്റ്ററാണ് ഇന്നലെ പുറത്തു വന്നായിരുന്നത്. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്ററായി എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത്, സിനിമയുടെ പേര് കേട്ട സമയത്ത് തന്നെ, ഫസ്റ്റ് ടൈറ്റിൽ വന്നിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ സിനിമയെ കുറിച്ചുള്ള എക്സൈറ്റ്മെന്റ് വളരെ ഹൈ തന്നെയായിരുന്നു. കാരണം DSIRE എന്ന് പറയുന്ന ഒരു പേരാണ് ഈ സിനിമയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഒരു മലയാള സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേര് കാണുന്ന സമയത്ത്, ഒരു ലാറ്റിൻ കൈൻഡ് ഓഫ് ഒരു പേര് കാണുന്ന സമയത്ത് നമുക്കത് എന്താണെന്നൊന്നും പിടികിട്ടില്ല അല്ലേ. പക്ഷേ ഈ പേര് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ആക്ച്വലി ഡേ ഓഫ് ഡൂം എന്നാണ് പറയാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ പോസ്റ്റർ ഒന്ന് കണ്ടുനോക്കാം. ഇതാണ് ആക്ച്വലി പ്രണവ് മോഹൻലാലിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബർത്ത്ഡേ പോസ്റ്റർ എന്ന് പറയുന്നത്. DSIRE എന്ന് പറയുന്ന ടീം പുറത്തേക്ക് ഇട്ടേക്കുന്ന പോസ്റ്ററാണ്. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പ്രണവ് മോഹൻലാലിന്റെ വേറൊരു ഗെറ്റപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതുവരെ കാണാത്തൊരു ഗെറ്റപ്പിലാണ് കാണാൻ പറ്റുന്നത്. പുള്ളി സ്മോക്ക് ചെയ്തിരിക്കുന്ന അവിടെ തൊട്ടടുത്തായിട്ട് ഒരു സെഡ്യൂസീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ആണെന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. തൊട്ടടുത്തായിട്ടൊരു പെണ്ണ് ഹാഫ് ന്യൂഡ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇതൊരു ക്ലബ്ബ് പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു റൂമിന്റെ അകത്ത് എന്തോ ഒരു പാർട്ടി നടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗിലാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ ആൽക്കഹോൾ ഉണ്ട്, ബീവറേജസ് ഉണ്ട്, അവിടെ കുറേയധികം ആൾക്കാർ കിടക്കുന്നുണ്ട്, പലതരത്തിലുള്ള ആക്ടിവിറ്റികൾ അവിടെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡ്രഗ്സിന്റെ യൂസേജ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു റൂം, ആ ഒരു അന്തരീക്ഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരു റെഡ് ടൗണിലാണ് ഈ ഒരു അന്തരീക്ഷം നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഒരു മിസ്റ്ററി ഉള്ള ഒരു ഹൊറർ ഫീല് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു തീമിലാണ് ശരിക്കും ഈ ഒരു പോസ്റ്റർ തന്നെ ഇവർ മൊത്തത്തിൽ അവർ ഇറക്കി വിട്ടേക്കുന്നത്. DSIRE എന്ന് പറയുന്ന ആ ഒരു പേരിന്റെ മീനിങ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ഡേ ഓഫ് വ്രാത്ത് എന്നാണ്. അതായത് ഡേ ഓഫ് വ്രാത്ത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കത്തിൽ പറയാം, ബിബ്ലിക്കലായിട്ട് ഇതിനെ കുറിച്ച് പറയുന്നത്, ബൈബിളിൽ പറയുന്ന ഒരു കാര്യം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകാവസാനത്തിന്റെ സമയത്ത് ലോകത്തുള്ള എല്ലാവരും മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അതായത് ഇവിടെ അന്ന് ഉള്ള ആത്മാക്കളെ, ഭൂമിയിലുള്ള ആത്മാക്കളെ സ്വർഗത്തിലോട്ട് വിടണോ നരകത്തിലോട്ട് വിടണോ എന്നുള്ളൊരു കാര്യം തീരുമാനിക്കുന്ന ഒരു നിമിഷം ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആ ഒരു ജഡ്ജ്മെന്റിന്റെ ടൈമിനെ പറയുന്ന ഒരു പേരാണ് DSIRE എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഈ സിനിമയുമായിട്ട് ഇതിന് എന്താണ് ബന്ധം എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് തരത്തിൽ പറയാനായിട്ട് പറ്റും. ഒന്ന്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. രാഹുൽ സദാശിവന്റെ പ്രീവിയസ് മൂവീസുകളുടെ ഒരു രീതി, ഒരു പാറ്റേൺ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഭൂതകാലം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു വാടക വീടിന്റെ അകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അവിടെ ഉണ്ടാവുന്ന ഒരു മിസ്റ്ററി, അവിടെ ഉണ്ടാവുന്ന ഒരു ഹൊറർ എഫക്ട് ഉണ്ടാവുന്ന രീതിക്ക്, അതായത് ആ വീടിന്റെ അകത്ത് ലോക്കായി പെട്ടതിന് ശേഷം എല്ലാ ഹൊറർ ആയിട്ടുള്ള അനുഭവങ്ങളാണ് ആ സിനിമയിലൂടെ കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലേ. ഇതുപോലെ തന്നെ ബ്രഹ്മയുഗം എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട, ഞാൻ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഐ ഹാവ് എവർ വാച്ച്ഡ് എന്ന് പറഞ്ഞ് ഞാൻ കരുതപ്പെട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് ശരിക്കും ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇല്ലം അല്ലെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു മന, ഈ മനയുടെ അകത്തേക്ക് ഒരാൾ കയറുന്നു, അതിനുശേഷം അവിടെ അടിമയായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരുന്നു. അവിടെയും ഒരു ചുറ്റുപാടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. ആ മനയ്ക്കകത്ത് ലോക്കായി പെടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയും ഒരു ഹൊറർ എലമെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ DSIRE എന്ന് പറയുന്ന ഈ ഒരു പേരും ഇവിടെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ പ്രണവ് മോഹൻലാലിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് തെറ്റുകളിലൂടെ കടന്നു പോയിക്കുന്ന ഒരാളായിരിക്കാം. അങ്ങനെ തെറ്റുകളിലൂടെ കടന്നു പോയൊരു മൊമെന്റിൽ എത്തുന്ന സമയത്ത് ഈ തെറ്റുകൾക്കെല്ലാം കൂടിയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് അഥവാ ഒരു വിധി പ്രഖ്യാപിക്കുന്ന ഒരു സംഭവമാണ് ഈ സിനിമയിൽ കാണിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. ലോകത്ത് ഏതൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു ശിക്ഷ ഉണ്ടെന്നുള്ളൊരു കാര്യം വിശ്വാസികൾ വിശ്വസിക്കുന്നു. സോ ഈ ഒരു കഥാപാത്രത്തിനും ഇതുപോലെ ഒരുപാട് തെറ്റുകൾ, അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്മോക്കിങ്ങും അതുപോലെ തന്നെ ഡ്രഗ്സിന്റെ യൂസേജും അതുപോലെ തന്നെ സെക്സും, ഇങ്ങനെ പലതരത്തിലുള്ള എലമെന്റ്സുകൾ കാണിക്കുന്ന സമയത്ത് ഇതിനെല്ലാം കൂടിയിട്ടുള്ള ഒരു ശിക്ഷ, ഒരു ജഡ്ജ്മെന്റ് ഇദ്ദേഹത്തിനുണ്ടാവും. അതൊരു പക്ഷേ ഇദ്ദേഹത്തിന്റെ ആത്മാവിനായിരിക്കാം. അങ്ങനെ ആ ജഡ്ജ്മെന്റ് ഉള്ളിൽ അകപ്പെടുന്ന, ലോക്കായിപ്പെടുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് ഈ സിനിമയിൽ കാണിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. DSIRE എന്ന് പറയുന്ന പേരിന്റെ മീനിങ് പോലെ തന്നെ ദ ഡേ ഓഫ് വ്രാത്ത് ഓർ ഡൂംസ് ഡേ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വിധിയുടെ നാളാണ് ഈ സിനിമയിലൂടെ കാണിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും പോസ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ബാക്കിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ഇമേജ് കണ്ടിരിക്കുന്ന സമയത്ത്, കൃത്യമായിട്ട് നോക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ഹൊറർ എലമെന്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട്.
എനിവേസ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കിടരൻ ഒരു ക്വാളിറ്റിയുള്ള പോസ്റ്റർ ആണെന്നൊരു കാര്യത്തിനാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു ടീമിന്റെ തന്നെ രാഹുൽ സദാശിവന്റെ ടീമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കളർ ആയാലും ഇറക്കി വിടുന്ന സാധനങ്ങൾ എന്നൊക്കെ പറയുന്നത് കിടില ഐറ്റങ്ങൾ തന്നെയായിരിക്കും. ബ്രഹ്മയുഗത്തിന്റെ പോസ്റ്റർ കാണിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു കിടില സാധനം തന്നെയായിരുന്നു. സോ അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി സ്റ്റഫ് ആണെന്നൊരു കാര്യത്തിനാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഐ ഹോപ്പ് ദിസ് മൂവി വിൽ ബി എ ഗുഡ് ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ളൊരു കാര്യത്തിന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നലെ കൂലി സിനിമയുടെ ഒരു അപ്ഡേറ്റ് വന്നേക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി റിയാക്ട് ചെയ്തായിരുന്നു. മോണിക്ക എന്ന് പറയുന്ന ഒരു പാട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിട്ട് മാറി. പൂജ ഹെഡ്സിന്റെ ആ ഒരു ഓറ, അതാണ് എന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പൂജ ഹെഡ്സിന് വേറെ ആളാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല അത് എത്രത്തോളം നന്നാവുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരുന്നു. ആൻഡ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം മോണിക്ക ബെലൂസി എന്ന് പറയുന്ന ആ ഒരു റിയൽ ലൈഫ് സംഭവം, ആ ഒരു കഥാപാത്രത്തിനെ എടുത്തിട്ടുകൊണ്ട് അതിന്റെ റെഫറൻസ് ആയിട്ട് ഒരു പാട്ട് കൊടുത്തിരിക്കുന്ന സമയത്ത് അതിന്റെ മ്യൂസിക് കമ്പോസിഷനെ കുറിച്ച് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. പാട്ട് ട്രെൻഡ് ആവുന്ന ഒരു കാര്യം ഉറപ്പായിരുന്നു. പാട്ട് ട്രെൻഡ് ആവുകയും ചെയ്തു. കൂലി സിനിമയെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഡീകോഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെയൊക്കെ കണ്ട് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. ഈ സിനിമയ്ക്ക് കൂലി എന്ന് പറയുന്ന സിനിമയ്ക്ക് ടീസറും ട്രെയിലറും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് കാണാൻ സാധിച്ചായിരുന്നു. ഇത് ആക്ച്വലി എത്രത്തോളം കറക്റ്റ് ആണ് എന്നുള്ളൊരു കാര്യം അറിയില്ല. ഇതുവരെ വന്നേക്കുന്ന റൂമറുകൾ അങ്ങനെയാണ്. ടീസറും ട്രെയിലറും ഉണ്ടായാലില്ലെങ്കിലും സിനിമ നന്നായ മതി എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് എനിക്കും. പക്ഷെ ഒരു കാര്യമുള്ളത്, രജനീകാന്ത് എന്ന് പറയുന്ന ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ടീസറും ട്രെയിലറും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എങ്കിലും ഒരു ടീസറും ഒരു ട്രെയിലറും ഇറക്കി വിടുന്ന സമയത്ത് തന്നെയാണ് ആ ഒരു സിനിമയെ കുറിച്ചുള്ള ഒരു എക്സ്പെക്ടേഷൻ ബേസിക്കലി ആൾക്കാർക്ക് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. അതായത് ഒന്ന്, ഒരു സിനിമ നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടീസർ ഇറക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല കാര്യം. ഇപ്പൊ മാർക്കോ സിനിമയൊക്കെ നമുക്കറിയാം, അതിന്റെ ട്രെയിലർ അവർ ഇറക്കിയിരുന്നില്ല. പക്ഷെ ഒരു സിനിമ മോശമാണെന്നുണ്ടെങ്കിൽ അത് ടീസറോ ട്രെയിലറോ ഇറക്കാതെ നിന്നത് കൊണ്ട് രക്ഷപ്പെടാനും പോണില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം രണ്ടു തരത്തിലും ഇത് സംഭവിക്കാമല്ലോ. ഒരുപക്ഷെ ഒരു ടീസർ ട്രെയിലർ ഇറക്കാത്തതിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ സിനിമയിലുള്ള ഒരു കോൺഫിഡൻസിന്റെ കുറവുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കാം. എനിവേസ് ടീസറും ട്രെയിലറും ഈ സിനിമയ്ക്ക് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നേക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, ലോകേഷിന്റെ പടം എന്നുള്ള രീതിക്ക്, രജനീകാന്ത് പടം എന്നുള്ള രീതിക്കും പടം നന്നായി കഴിഞ്ഞ് ഞാൻ എന്തായാലും ഫസ്റ്റ് തന്നെ പോയി പടം കാണും. അത് വേറെ കാര്യം. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷൻ ഉള്ള സിനിമ തന്നെയാണ് കൂലി എന്ന് പറയുന്നത്. ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവസാന സിനിമകളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാണെന്നുള്ള കാര്യത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പേര് എന്ന് പറയുന്നത് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ഒരു പേരാണ്. കാരണം ആ ഒരു കഥാപാത്രം ഈ ഹർഷത് മേധയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എത്ര അടിപൊളിയായിട്ടാണ് അവർ അത് എക്സിക്യൂട്ട് ചെയ്തെന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിച്ചു തന്നെയായിരുന്നു. ദുൽഖർ തന്നെ ആ ഒരു കഥാപാത്രത്തിനെ ചെയ്തു വെച്ചേക്കുന്ന രീതി എന്ന് പറയുന്നത് നമുക്ക് വളരെ കണക്റ്റിംഗ് ആയിട്ട് തോന്നുന്ന തരത്തിൽ തന്നെയായിരുന്നു പുള്ളി അതിനകത്ത് പെർഫോം ചെയ്ത് വെച്ചായിരുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു കഥാപാത്രമായിട്ട് മാറി ലക്കി ഭാസ്കറും. ആ സിനിമയും നല്ലൊരു നീറ്റ് സിനിമയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. ലക്കി ഭാസ്കർ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റിനകത്ത് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, ഈ സിനിമയുടെ ഡയറക്ടർ തന്നെ കൺഫേം ചെയ്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു സീക്വൽ, ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഹർഷത് മേത്ത സ്കാമുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അദ്ദേഹം വീണ്ടും വരുന്ന സമയത്ത് എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളൊരു കാര്യം ഒരു പിടിയില്ല. കാരണം സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ലീഡ് ഇട്ടുകൊണ്ട് തന്നെയാണ്, അതായത് വേണമെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് ഫസ്റ്റ് പാർട്ടിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നത്. സോ ഈ സിനിമയ്ക്കും ഒരു സെക്കൻഡ് പാർട്ട് ലക്കി ഭാസ്കർ ഇസ് കമ്മിങ് ബാക്ക് എന്നുള്ളൊരു കാര്യം തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. എനിവേസ് DSR എന്ന് പറയുന്ന ഈ ഒരു സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണ്? പ്രണവ് മോഹൻലാലിന്റെ ഒരു വലിയൊരു കംബാക്ക് തന്നെയായിരിക്കും, വലിയൊരു സിനിമ തന്നെയായിരിക്കും ഇതെന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ ലുക്ക് മറ്റു കാണുന്ന സമയത്ത് ഒരു വലിയൊരു ഹോപ്പ് നിങ്ങൾക്ക് ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. കൂലി സിനിമയ്ക്ക് ട്രെയിലറും ടീസറും ഇല്ല എന്നൊരു കാര്യം കേൾക്കുന്ന സമയത്ത് ട്രെയിലർ വരുന്നതാണോ ഇല്ലാത്തതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നൊരു കാര്യം കൂടി നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. പൊതുവെ വിക്രം എന്ന് പറയുന്ന സിനിമയ്ക്കാണെങ്കിൽ അല്ലെങ്കിൽ ലിയോ എന്ന് പറയുന്ന സിനിമയ്ക്കാണെങ്കിലും ആ ട്രെയിലർ നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വാളിറ്റി പ്രോമിസ് ഉണ്ട്. അതായത് ഓൾറെഡി ലോകേഷ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി പ്രോമിസ് ആണെന്നുണ്ടെങ്കിൽ ആ വർക്ക് നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വാളിറ്റി പ്രോമിസ് ഉണ്ട്. സോ ആ ഒരു ക്വാളിറ്റി പ്രോമിസ് കൂലി എന്ന് പറയുന്ന സിനിമയ്ക്ക് തരാൻ പറ്റുമോ? എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്നൊരു കാര്യം കൂടി നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേര് ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വിളിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടുതൽ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.